പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ ആശ്രയമായ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലാം. വിട്ടുമാറാത്ത രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നവർ, മരുന്നുകളാൽ മാറ്റാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ഈശോയുടെ തിരുരക്തത്താൽ നമുക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത ഈശോയുടെ അത്ഭുതങ്ങളെ നമുക്ക് ധ്യാനിക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈശോയുടെ ചാരി നിന്ന് ഓരോ അത്ഭുതത്തിനും സാക്ഷിയായ അമ്മ ഇന്ന് നമുക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബലഹീനതകളും രോഗപീഠകളും അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവത്തിന് കാഴ്ചവെക്കാം. സൗഖ്യദായകയായ അമ്മേ, കൃപാസനം രാജ്ഞി, ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വൃക്കരോഗങ്ങൾ, തളർവാദം തുടങ്ങിയ കഠിനമായ വ്യാധികളാൽ നീറുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ശരീരത്തിലെ വേദനകൾ നീക്കി അവർക്ക് ആശ്വാസം നൽകണമേ. പരിശോധനകളിലൂടെ കണ്ടെത്താൻ കഴിയാത്ത അസുഖങ്ങൾക്കും അപ്രതീക്ഷിതമായി വന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും അമ്മയുടെ മാധ്യസ്ഥം വഴി അത്ഭുതകരമായ സൗഖ്യം നൽകണമേ. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമുക്ക് നിശബ്ദമായി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ രോഗബാധിതരായി കഴിയുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നവർക്കും കഠിനമായ ചികിത്സാ രീതികളിലൂടെ കടന്നു പോകുന്നവർക്കും അമ്മ തുണയായിരിക്കണമേ. ഡോക്ടർമാരുടെ കൈകളെയും ബുദ്ധിയെയും അമ്മ നിയന്ത്രിക്കണമേ. ചികിത്സകൾക്ക് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാതെ കാക്കണമേ. ചികിത്സയ്ക്കായി വേണ്ട വലിയ തുക കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ അമ്മ സഹായിക്കണമേ. മരുന്നുകൾ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും കൃപ നൽകണമേ. ശാരീരിക രോഗങ്ങളോടൊപ്പം ഉണ്ടാകുന്ന മാനസിക തളർച്ചയും ഭയവും നീക്കിത്തരണമേ. ഞാൻ സുഖപ്പെടുമെന്ന ഉറച്ച വിശ്വാസം രോഗികൾക്ക് നൽകണമേ. അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും ആരോഗ്യവും നൽകണമേ. തളർന്നു കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവികമായ ശക്തി നൽകണമേ. രോഗം കാരണം കുടുംബത്തിലുണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഭാരങ്ങളും മാനസിക വിഷമങ്ങളും അമ്മയുടെ ഇടപെടൽ വഴി നീങ്ങിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി ഇവരുടെ പൂർണ്ണ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകൾ അമ്മ തൊട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ആരോഗ്യം ലഭിച്ചുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയുടെ അനുഗ്രഹവും ഈശോയുടെ അത്ഭുത സൗഖ്യവും നിങ്ങളെല്ലാവരിലും നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.